രാജ്യത്തിന്റെ ആത്മാഭിമാനം പണയം വെച്ച് നയതന്ത്ര തലത്തിൽ അമേരിക്കയോട് വീണ്ടും സൗഹൃദം പുനഃസ്ഥാപിക്കാനാണ് മോദിയുടെ ശ്രമം. മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ തിരിച്ചും സോഷ്യൽ മീഡിയയിൽ ട്രംപിനെ പുകഴ്ത്തി ഒരു പോസ്റ്റ് ഇടാനും മോദി മറന്നില്ല. മോദിയുമായി എനിക്ക് നല്ല ബന്ധമാണ്, മോദി മഹാനായ നേതാവാണ്, മഹാനായ പ്രധാനമന്ത്രിയാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിനോട് വിയോജിപ്പാണ്. എന്നാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കുമിടയിൽ സവിശേഷമായ ബന്ധമുണ്ട്, ഇതൊക്കെ പരിഹരിക്കും, ആശങ്ക വേണ്ട എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇത് കേൾക്കേണ്ട താമസം അപ്പോൾ തന്നെ വന്നു മോദിയുടെയും മറുപടി. ട്രംപിന്റെ പ്രസ്താവനയെ അങ്ങേയറ്റം വിലമതിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ വികാരം പങ്കുവെക്കുന്നുവെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ മോദി കുറിച്ചത്. ഭാവിയിലേക്ക് ഊന്നിയുള്ള സമഗ്രവും ആഗോളവുമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ളതെന്നും മോദി പറഞ്ഞു. ഇന്ത്യക്ക് ഇരട്ട തീരുവ, യുക്രൈൻ യുദ്ധം നടത്തുന്നത് മോദിയാണെന്ന വിമർശനം, ഇന്ത്യ ചൈന ബന്ധത്തിൽ പരിഹാസം, ഇങ്ങനെ എല്ലാത്തിനും ശേഷമാണ് ട്രംപ് നിലപാട് മയപ്പെടുത്തിയെന്നുള്ള ആദ്യ പ്രസ്താവന നൽകുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് മോദി ട്രംപിന്റെ ഒരു പ്രസ്താവനയോട് പ്രതികരിക്കുന്നത് എന്നതും ശ്രദ്ധാർഹമാണ്. മോദിയും ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തുന്നത് പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യ ചൈനീസ് പക്ഷത്തോട് ചാഞ്ഞെന്ന പ്രസ്താവന ഇന്നലെ ട്രംപ് തിരുത്തിയിരുന്നു. ഇന്ത്യക്കും US-നും ഇടയിൽ സവിശേഷ ബന്ധം എന്ന് ട്രംപ് പറഞ്ഞതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതകളും കൂടിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യയെ നഷ്ടമായെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച് നിമിഷങ്ങൾക്കകമാണ് ട്രംപ് പ്രസ്താവന തിരുത്തിയത്. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിലെ നിരാശ കൊണ്ടാണ് 50% അധിക തീരുവ ചുമത്തിയതെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പുകഴ്ത്തലിൽ അകൽച്ച മറന്ന് മോദി വിനയാന്വിതനായി പ്രസിഡന്റിന്റെ വാക്കുകളെ സ്വാഗതം ചെയ്തു. എന്നാൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിട്ടും അമേരിക്ക 50% തീരുവ ചുമത്തിയതിനെ വിമർശിക്കാൻ മോദി ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയർന്ന തീരുവ, അനധികൃത കുടിയേറ്റം, വിസ നിയന്ത്രണങ്ങൾ എന്നിങ്ങനെ പല വിഷയങ്ങളിലും ഇന്ത്യയെ ദ്രോഹിക്കുന്ന സമീപനം അമേരിക്ക സ്വീകരിച്ചിട്ടും US വിധേയത്വത്തിൽ കുറവുമുണ്ടായിട്ടില്ലെന്ന് മോദി ആവർത്തിച്ച് തെളിയിക്കുകയാണ്. അതേസമയം ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ വാർഷിക യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂയോർക്കിൽ 23 മുതൽ 29 വരെയാണ് UN പൊതുസഭയുടെ 80ാം വാർഷികം. സമ്മേളനത്തിൽ സംസാരിക്കുന്ന രാഷ്ട്രപ്രതിനിധികളുടെ പട്ടിക പുറത്തു വന്നതിൽ മോദിയുടെ പേരില്ല. 27-ന് UN-ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശമന്ത്രി S ജയശങ്കറാവും പങ്കെടുക്കുക.